എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും ഈ മാസം 30-ാം തീയതി, അതായത് വെള്ളിയാഴ്ച മുതൽ കോളേജിലേക്ക് അയക്കും. അത് വെള്ളിയാഴ്ചയാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് അയക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിത് ഈ ആഴ്ച തന്നെ ലഭിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും ഈ മാസം 30-ാം തീയതി, അത് മെയ് 30-ാം തീയതി മുതൽ 30-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ ഓരോരോ അഫിലിയേറ്റഡ് കോളേജുകൾ, പഠന വകുപ്പുകൾ, സെൻറ്ററുകൾ എന്നിവിടങ്ങളിലേക്ക് അയക്കും. 2022 അഡ്മിഷൻ 2022 പ്രവേശനം നേടുകയും 6 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റാണ് കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡായി ഈ മാസം 30-ാം തീയതി കോളേജുകളിലേക്ക് അയക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വെള്ളിയാഴ്ച തന്നെ പോയാൽ കിട്ടുമോ എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ വെള്ളിയാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജുകളിലേക്ക് അയക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ വരുന്ന ശനിയാഴ്ച, ഞായറാഴ്ച 2 ദിവസം ലീവാണ്. വെള്ളിയാഴ്ച കിട്ടാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെള്ളിയാഴ്ച അയക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയക്കുമ്പോൾ അപ്പോൾ തന്നെ ഇത് അന്ന് തന്നെ കോളേജിൽ എത്തണമെന്നും നിർബന്ധമില്ല. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നീട് ശനിയാഴ്ച, ഞായറാഴ്ച, അത് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു കാര്യം വിദ്യാർത്ഥികൾ ഓർക്കേണ്ടത്, അത് വന്നു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ടതിന് ശേഷം പോകാൻ ശ്രദ്ധിക്കുക. മിനിമം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട്, വന്നു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അത് 30-ാം തീയതി അയക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഒരാഴ്ചയ്ക്ക് മുമ്പേ നിങ്ങൾക്ക് പോവാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോളേജുമായിട്ട് ബന്ധപ്പെടുക. ശേഷം ഇത് വന്നോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. വന്നെങ്കിൽ പോയി മേടിക്കുക. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ചിലപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പലയിടത്തുമായിരിക്കും, ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലായിരിക്കും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും കോളേജിൽ നിന്ന് കൈപ്പറ്റാൻ മറന്നു പോകരുത്. കാരണം ഇത് പല കാരണങ്ങളാലും പല വിദ്യാർത്ഥികൾ മേടിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും കോളേജുകാർ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ തിരിച്ചയക്കും. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കോളേജിൽ പോയാൽ കിട്ടില്ല. പകരം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, പല തിരക്കുകൾക്കിടയിലും ഇക്കാര്യങ്ങൾ മറന്നു പോകരുത്. പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും വാങ്ങാൻ. അങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ, കൂടുതൽ വൈകിക്കഴിഞ്ഞാൽ കോളേജുകാർ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചയക്കും. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് കൈപ്പറ്റണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടി വരും. കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്ന മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.